ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഞാൻ കല്യാണത്തിന് പോകണം എന്നില്ലൊരു കല്യാണം എന്ന് പറഞ്ഞാൽ നിക്കാഹിൻ്റെ അവിടെ നിക്കാൻ്റെ അമ്മാവൻ്റെ മോളത്ത് കേട്ടോ. പക്ഷേ നമ്മളെ സാഹചര്യങ്ങളാണല്ലോ നമ്മളൊക്കെ മാറ്റിമറിച്ചണേ. അപ്പോൾ ഇപ്പോൾ ഞാൻ പോയില്ലെന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ പിന്നെ എൻ്റെ ലീവും തന്നെ തീർന്നിട്ടുണ്ട് ഏകദേശമൊക്കെ കേട്ടോ. തീർന്നിക്കാന്നാൽ ഞാൻ പിത്താശയത്തിൽ കല്ല് വന്ന സമയത്ത് ഞാൻ ലീവ് എടുത്തല്ലേ 2-3 നാളിന്. അപ്പോൾ ഇനിയിപ്പോൾ ലീവാക്കിയാൽ ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇനി അതൊന്ന് രണ്ടാമത് നമ്മളെവിടെ എൻ്റെ ഒപ്പമല്ല ഒരു ആളും കൂടി ഉണ്ട്. അതും അതിൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ സീരിയസ് ആയിട്ട് മൗലാനിയിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ പിന്നെ ഒന്ന് മനസ്സിലാക്കണമല്ലോ നമ്മളൊരാളെ ഇടങ്ങാറാക്കരുത്. അപ്പോൾ അത് ഒറ്റക്കാവും. അപ്പോൾ അതിന് ടെൻഷനും കാര്യങ്ങളും ഇതായിട്ട് ഇവിടെ വന്നായി നല്ല രീതിയിലാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ അവസ്ഥയും കണ്ടറിഞ്ഞിട്ട് വേണ്ട ചെയ്യാൻ. പിന്നെ ടീച്ചർ ഇന്ന് രാവിലെ എന്നിട്ട് വിളിച്ച ടീച്ചർ ലീവാണ്, ടീച്ചർക്ക് എന്തോ ഹോസ്പിറ്റൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ വരുന്നൊരു ചേച്ചിൻ്റെ ചേച്ചിക്ക് പിന്നെ ചേച്ചീൻ്റെ വീട്ടിൽ കല്യാണവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ചേച്ചി ആദ്യം പറഞ്ഞു ഞാൻ 10-ാം തീയതി മുതൽ ലീവാക്കാനും. അങ്ങനെ സാഹചര്യങ്ങളൊക്കെ പാടെ ഒന്നിച്ചായത് കാരണം ഞാൻ ഇന്ന് കല്യാണത്തിന് പോയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഞാൻ എല്ലാത്തിനും പോകുന്നതാണ് വടകരക്ക് കേട്ടോ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ പോവുകയാണെങ്കിൽ ഒന്നിച്ച് പോകാം. പക്ഷേ ഇക്കയും നീച്ചുമോനാണ് കേട്ടോ ഇപ്പോൾ പോയിട്ടുള്ളത്. ഒരു രണ്ടാളും പോയിട്ടോ. ഇനിയിപ്പോൾ ഇന്ന് അവിടെ പരിപാടി, ഇന്ന് ഉച്ചക്ക് ചെക്കൻ്റെ അവിടേക്ക് നിക്കാഹിന് പോകും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ പരിപാടി. അത് കഴിഞ്ഞ് നാളെ വരുമോ എനിക്കറിയില്ല. എന്തായാലും മണ്ടില്ല, റാഹത്തായിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വരട്ടെ. പിന്നെ ഇപ്പം എന്താ വേറെ വിശേഷം, നമ്മളെ പാത്തൂസിന് നല്ല പനിയും തലവേദനയും കുഞ്ഞാവക്ക് കേട്ടോ. നിങ്ങൾക്ക് ലീവാക്കാൻ പറ്റൂലല്ലോ, ഇതാണല്ലോ. പനിയുണ്ട്, ചുമയുണ്ട്, എല്ലാം കൂടെ ആയിട്ട് ഇപ്പം ഞാൻ ഓളെ ഡോക്ടറെ കാണിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്, സ്കൂൾക്ക് വരുന്നത്. എന്തായാലും വേണ്ടില്ല, എൻ്റെ കുട്ടീൻ്റെ അസുഖം ഇപ്പോൾ സുഖമാവട്ടെ. എന്നാലേ നമുക്ക് ഈ പോരിനോടത്തൊരു സമാധാനം. ഇപ്പം ഞാനിപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ആക്കുന്നത്, എന്നാലും മരുന്നും ഇതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഓളെ ഉമ്മാനും വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എന്താ വേറെ വിശേഷങ്ങളെന്ന് പറയിച്ചാൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോടും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കാര്യം. അപ്പം എല്ലാവരും നമ്മൾ എൻ്റെ ഒപ്പമല്ലൊരു ആളുണ്ട്, അതിൻ്റെ ഹസ്ബൻഡിന് രോഗക്കുഴപ്പം ഷിഫാവാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണ്ട. അയാൾ ഒന്നുമില്ല, ടൗണിലേക്ക് പോയതിന് ഇത്ര ക്ലോക്ക് നേരാക്കണമെന്ന് പറഞ്ഞിട്ട് താത്താനോട് പണിയൊന്നും എടുക്കണ്ട, ഞാൻ ബിരിയാണി എല്ലാം വാങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയ ഒരാളാണ്. പക്ഷേ പിന്നെ ഹോസ്പിറ്റലിലായിട്ടാണ് ഓല് കാണുന്നത് കേട്ടോ, വെന്റിലേറ്ററിലാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അയാൾ അസുഖം സുഖമാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം അങ്ങനെയും പറഞ്ഞു പോയതല്ലേ, ആർക്കായാലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അയാളിപ്പോൾ ഇനി നാളെ ഇപ്പോൾ സീരിയസ് തന്നെയാണ്. അപ്പം ഇനി അവിടെ നോക്കട്ടെ. അവിടെ ഇപ്പം ചൊവ്വാഴ്ച മുതലേറ്റേ തോന്നുന്നുണ്ട് വെന്റിലേറ്ററിൽ, ഇതുവരെ ആയിട്ടൊരു മാറ്റം കാണുന്നില്ല. അപ്പം ഇനി നാളെ താത്ത പറയുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അയാളെ അസുഖങ്ങൾ അയാളൊരു ദമ്മയാണ് താത്താൻ്റെ ഒരു കേട്ടോ. താത്താക്ക് എന്തായാലും വേണ്ടില്ല, എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ഇപ്പം എന്താ വേറെ വിശേഷങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ വിശേഷം. അപ്പം ഞാനും കുഞ്ഞാവും ഇപ്പം നിൽക്കണ എൻ്റെ വീട്ടിലാണ് കേട്ടോ. കാരണം ഒക്കെ നിച്ചുമോനും പോയി, പിന്നെ ഞാനവിടെ ഒറ്റയ്ക്ക് നിൽക്കില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇന്നിപ്പോൾ ഞാൻ നേരത്തെ എത്താൻ കാരണം ഇതാണ്, കുഞ്ഞാവനെയും ഉമ്മാനെയും കൂടി കൂട്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നീനെ ആപ്പാൻ്റെ വണ്ടിയിൽ. അപ്പോൾ ഓലെ രണ്ടാളിപ്പോൾ അവിടുന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചതിന് ശേഷം അങ്ങോട്ട് നിങ്ങൾ പോയിക്കോറങ്ങാണ്ട് ഞാൻ സ്റ്റാൻഡിൽ ഇറങ്ങി ബസ് കയറി പോകുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്രയും നേരത്തെ ആയി, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറേ നടന്ന് പിന്നെ ബസ് കയറി, പിന്നെ ബസ് കിട്ടാൻ ബ്ലോക്കാണ് അങ്ങാടിപ്പുറത്ത്. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് 10 മണിയാവും. ഇവിടെ തുറക്കാൻ ലേറ്റ് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിന് എനിക്ക്. പക്ഷേ ഇന്ന് എന്തോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നേരത്തെ എത്തി കേട്ടോ. പിന്നെ അതുകൊണ്ട് നമ്മളെവിടുത്തെ പണികളും ഒന്ന് നേരത്തെ ആവുമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ അതിന് പച്ചക്കറി ഇതെല്ലാം ലേറ്റാവും. എല്ലാ സംഭവം നോക്കണം, ടീച്ചർ ലീവാണല്ലോ.
അപ്പം വേറെ ഒരാളെ വിളിച്ചിട്ടില്ല. ലക്ഷ്മി ചേച്ചിനോട് പറയാമെന്നൊക്കെ കരുതിയിട്ടുണ്ട്. ലക്ഷ്മി ചേച്ചി ഫോൺ എടുത്തില്ല. ലക്ഷ്മി ചേച്ചി എവിടെക്കോ പോയിക്കുന്നതാണ്. എന്തായാലും അല്ല, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ താത്താൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗം എളുപ്പം ശിഫാകാൻ വേണ്ടിയിട്ട്, അതുപോലെ എൻ്റെ കുഞ്ഞാവിൻ്റെ പനിയും ചുമയെല്ലാം മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അപ്പം നമ്മൾ ഇന്നും നമ്മളെ വീട്ടിൽ തന്നെ കാരണം പോകും കേട്ടോ. കാരണം ഇക്കൊന്ന് വരവുണ്ടാവില്ലല്ലോ. കാരണം ഇന്ന് വൈകുന്നേരം അവിടെ പരിപാടി അതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ. അപ്പോൾ കൂട്ടുകാർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെക്കായിട്ട് വീഡിയോ ഇടൽ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് വീഡിയോ ഇടാലും മൂടൊക്കെ പോയി. ഞാൻ വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് ഞങ്ങളെ എൻ്റെ മനസ്സിലെ എല്ലാ വീഡിയോ എടുക്കേണ്ട ഒരു ഇൻട്രസ്റ്റൊക്കെ പോയിന് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ നമുക്കിപ്പോൾ അത് മറവി പഠിച്ചോൻ തരുന്നതല്ലേ, അതായിരിക്കും എന്ന് കരുതുന്നുണ്ട് വീണ്ടും ഇതിലേക്ക് വരുന്നത്. പിന്നെ ഷോർട്സ് അത് അങ്ങനെ പോകും രാവിലെ ആകുമ്പോൾ, അതെന്നും പതിവ്. പക്ഷെ ഇങ്ങനത്തെ ഫുൾ വീഡിയോ എടുക്കാനുള്ള മനസ്സൊന്നും ഉണ്ടായില്ല. ആകെ ഒരു എന്തെല്ലോ അവസ്ഥയിലായിപ്പോയിരുന്നു. അപ്പോൾ കൂട്ടുകാർ മറക്കണ്ട, ഞങ്ങൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കണേ. പിന്നെ ഒന്ന് നിങ്ങളെ കമൻറ്റ് നമ്മളോടൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക എന്ന്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.